നമുക്കിന്നൊരു മൊളേഷനാക്കാൻ പോവാം. ഞാൻ മൺചട്ടിയിലാണ് മൊളേഷനാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പം മൺചട്ടിയിൽ 2 തക്കാളിയും ഒരു പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇടാം. ഇതാ ഞാൻ നന്നായിട്ട് ഞവണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാശ്മീരി ചില്ലിയും കൂടി ഇടണം. എന്നിട്ട് നന്നായിട്ട് ഞവണ്ടി എടുത്ത് ഇനി നമുക്ക് എത്ര വെള്ളം ആവശ്യമുള്ളത്, മൊളേഷനിൽ എത്ര നമുക്ക് വെള്ളം വേണ്ടത് അത്ര വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് തിളച്ചുകൊണ്ടിരിക്കാൻ അതിലേക്ക് നമ്മൾ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇതെടുത്ത് വെക്കാം. നമ്മളെ മൊളേഷൻ നമ്മൾ വെച്ചിട്ടില്ലേ, ആ വെള്ളം നന്നായിട്ട് കറി കുറുകി വരുമ്പോൾ നമുക്ക് മീൻ എടുത്തിടാം. വെളുത്തുള്ളിൻ്റെയും മറ്റേ മുളക് പൊടിൻ്റെയും എല്ലാം നല്ല മണം അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മൊളേഷനിൽ മീൻ ഇട്ട് കൊടുക്കാം. കറി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് സെർവ് ചെയ്യാം.